ഖത്തർ ഒമാൻ ഉഭയകക്ഷി സഹകരണം. ഖത്തർ അമീർ ഒമാൻ സുൽത്താൻ കൂടിക്കാഴ്ച നടത്തി. ഒമാനിൽ കിങ് ഫിഷ് പിടിക്കുന്നതിനും വിൽക്കുന്നതിനും ആഗസ്റ്റ് 15 മുതൽ നിരോധനം. കരാർ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തിയാക്കിയില്ല. 2 സ്ഥാപനങ്ങൾക്ക് 2000 റിയാൽ പിഴ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഹയിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയും അമീരെ ദിവാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ വിവിധ മേഖലകളിലെ സഹകരണം, ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ എന്നിവ ചർച്ചയായി. ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനും വിവിധ മേഖലകളിൽ സംയുക്ത പദ്ധതികൾ വ്യാപിപ്പിക്കാനും ആഗ്രഹിക്കുന്നതായി ഒമാൻ സുൽത്താൻ കൂട്ടിച്ചേർത്തു. നേരത്തെ കൂടിക്കാഴ്ചയുടെ തുടക്കത്തിൽ ഒമാൻ സുൽത്താനെയും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രതിനിധി സംഘത്തെയും ഖത്തർ അമീർ സ്വാഗതം ചെയ്തു. കൂടിക്കാഴ്ചയിൽ ഖത്തർ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയും മസ്കത്ത് ഗവർണറും സഹമന്ത്രിയും ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഒമാൻ തീരങ്ങളിൽ കിങ് ഫിഷ് പിടിക്കുന്നതിനും കൈവശം വെക്കുന്നതിനും വിൽക്കുന്നതിനും 2 മാസത്തെ നിരോധനം ഏർപ്പെടുത്തുന്നു. ആഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 15 വരെയാണ് നിരോധനമെന്ന് അധികൃതർ അറിയിച്ചു. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ നിയന്ത്രണം. മിനിസ്റ്റീരിയൽ ഡിസിഷൻ നമ്പർ 70/2026 പ്രകാരം പുറപ്പെടുവിച്ച സജീവ ജലവിഭവ നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസിലെ ആർട്ടിക്കിൾ 178 അനുസരിച്ചാണ് ഈ താൽക്കാലിക നിരോധനം നടപ്പാക്കുന്നതെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ മത്സ്യം സ്റ്റോക്കുള്ള വ്യക്തികളും കമ്പനികളും ബാധകമായ ചട്ടങ്ങൾക്കനുസൃതമായി തങ്ങളുടെ പക്കലുള്ള മത്സ്യത്തിന്റെ അളവ് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ച് രജിസ്റ്റർ ചെയ്യണം. മത്സ്യബന്ധന സമ്മർദ്ദം കുറയ്ക്കുക, പ്രജനന കാലയളവിൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, അയിലച്ചൂരയുടെ സ്വാഭാവിക പുനരുൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള വിപുലമായ മത്സ്യബന്ധന മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായാണ് ഈ താൽക്കാലിക നിരോധനം. ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ വലിയ ഡിമാൻഡുള്ള ഒമാനിലെ ഒരു പ്രധാന മത്സ്യ ഇനമാണ് കിങ് ഫിഷ്. മന്ത്രാലയത്തിന് 2025 ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒമാൻ 44.422 ദശലക്ഷം ഒമാനി റിയാൽ മൂല്യമുള്ള 19,743 ടൺ കിങ് ഫിഷാണ് വിപണിയിൽ എത്തിച്ചത്. അതായത് 1 കിലോഗ്രാമിന് ശരാശരി 2.25 ഒമാനി റിയാൽ വരും. രാജ്യത്തെ ആകെ ഉൽപാദനത്തിന്റെ 41.74% അൽ വുസ്ത ഗവർണറേറ്റിൽ നിന്നാണ്. തൊട്ടുപിന്നിൽ തെക്കൻ ഷർഗിയയാണുള്ളത്, 41.73%. ഈ 2 ഗവർണറേറ്റുകൾ മാത്രം ആകെ ഉൽപാദനത്തിന്റെ 83.47% കൈകാര്യം ചെയ്യുന്നു. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശനമായ നിയമ നടപടികളും പിഴയും നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കരാർ കാലാവധിക്കകം പ്രവൃത്തി പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ട മസ്കത്തിലെ 2 സ്ഥാപനങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി 2000 ഒമാനി റിയാൽ പിഴ ചുമത്തി. 2 ഉപഭോക്താക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഈ നടപടി. തങ്ങൾ കരാർ നൽകിയ അടുക്കള നിർമ്മാണ ജോലികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീർത്തു നൽകിയില്ലെന്നായിരുന്നു ഉപഭോക്താക്കളുടെ പരാതി. കേസ് പരിഗണിച്ച കോടതി 2 സ്ഥാപനങ്ങളെയും അവരുടെ പ്രതിനിധികളെയും കുറ്റക്കാരായി കണ്ടെത്തി. പിഴക്ക് പുറമെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒരു സ്ഥാപനം എന്നേക്കുമായി അടച്ചുപൂട്ടാനും കേസുമായി ബന്ധപ്പെട്ട നിയമപരമായ എല്ലാ ചെലവുകളും കുറ്റക്കാരായ കക്ഷികൾ തന്നെ വഹിക്കാനും കോടതി പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.